ഒരു ക്രിസ്മസ് കാലത്ത് നമ്മൾ നിൽക്കുമ്പം ഇന്ത്യയിലെ ഒരു മൈനോറിറ്റിയായ ക്രിസ്ത്യാനികൾ എന്തുമാത്രം സമാധാനം അനുഭവിക്കുന്നു. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം, അല്ലെങ്കിൽ ഐക്യത്തിന് വേണ്ടിയും സാഹോദര്യത്തിന് വേണ്ടിയും സ്നേഹത്തിന് വേണ്ടിയും നിരന്തരമായി സംസാരിക്കുന്ന മതമാണ് ക്രിസ്ത്യാനിറ്റി. ക്രിസ്തു സംസാരിച്ചത് മുഴുവൻ സമാധാനത്തിനും യോജിപ്പിനും രഞ്ജിപ്പിനും സ്നേഹത്തിനും വേണ്ടിയാണ് നമുക്കറിയാം. പക്ഷേ ആ സമൂഹം, അതായത് സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മതമായ ഒരു സമൂഹം എന്തുമാത്രം വലിയ സാഹോദര്യം അവർക്ക് കിട്ടുന്നു, എന്തുമാത്രം അവർക്ക് സ്നേഹം കിട്ടുന്നു ചോദിച്ചാൽ നിരാശയാണ് അവരുടെ മുമ്പിലുള്ള ഉത്തരം. ഇപ്പം ഈ 2000 ഗ്രഹാം സ്റ്റെയിൻ്റെ കാലം മുതൽ ഇങ്ങോട്ട് എടുത്ത 25-26 വർഷമായി ഗ്രഹാം സ്റ്റെയിൻ ഇൻസിഡൻ്റ് ഉണ്ടായിട്ട്. ഈ 25 വർഷം കഴിയുമ്പോൾ, ഒരു 1/4 നൂറ്റാണ്ട് കഴിയുമ്പോൾ ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ള അറ്റാക്സ് ഇന്ത്യയിൽ കുറഞ്ഞെന്ന് ചോദിച്ചാൽ അത് ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. മോദി 2014 അധികാരത്തിൽ വരുമ്പോൾ 2014 ക്രിസ്ത്യാനികൾക്കെതിരായി രേഖപ്പെടുത്തിയ കുറ്റങ്ങളുടെ എണ്ണം 137ആണ്. ഇപ്പോൾ അത് ഓരോ വർഷവും 800 കുറ്റകൃത്യങ്ങൾ രേഖപ്പെടുത്തിയത് ഉണ്ടാകുന്നു ക്രിസ്ത്യൻസിനെതിരെ എന്നാണ് ഇന്ത്യയിലെ ഒരു യാഥാർത്ഥ്യം. നമ്മളിവിടെയൊക്കെ ഓക്കെ, നോർത്തിലേക്ക് പലയിടത്തും പോയാൽ ഞായറാഴ്ച അവരുടെ കൂടിയിരിപ്പുകൾ, അവരുടെ പ്രാർത്ഥനകൾ, പള്ളികളിലെ പ്രത്യേകമായ ചടങ്ങുകൾ പലതും നടക്കില്ല. ഛത്തീസ്ഗഡിലേക്കും ഒപ്പമുള്ള മധ്യപ്രദേശിലൊക്കെ ഒരു ഭാഗങ്ങളിലൊക്കെ പോയാൽ അവിടെ കരോൾ സംഘങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. പരസ്യമായി അവരുടെ പ്രാർത്ഥനാ ചടങ്ങുകൾ നിർവഹിക്കാൻ കഴിയില്ല. അവരുടെ പള്ളികൾ ആക്രമിക്കുന്നു, മാതാവിൻ്റെയും ക്രിസ്തുവിൻ്റെയും ഒക്കെ രൂപങ്ങൾ തകർത്ത് കളയുന്നു. വിദ്വേഷ മുദ്രാവാക്യങ്ങളുടെ റാലികൾക്ക് മുമ്പിൽ BJPയുടെ നേതാക്കന്മാരും MLA-മാരും പോലും പ്രത്യക്ഷപ്പെടുന്ന സംഭവങ്ങൾ കഴിഞ്ഞ വർഷങ്ങളുണ്ടായിട്ടുണ്ട്. ഈ സൻസദുകളിൽ മുസ്ലിങ്ങളെ കൊല്ലണമെന്നുള്ളത് സാധാരണയായിട്ട് പറയുന്ന ഒന്നാണ്. അതിൻ്റെ കൂടെ ക്രിസ്ത്യാനികളെയും തീർത്ത് കളയണമെന്ന് ഈ സന്യാസി വേഷം കെട്ടിയ ആളുകൾ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഇന്ന് അവർ നേരിടുന്ന ക്രൈസിസ്. അതിനകത്തൊരു കാര്യമുള്ളത്, ഇപ്പോൾ പുതുതായിട്ടൊന്നുമല്ല ക്രിസ്ത്യാനികൾക്ക് നേരെ ഇന്ത്യയിൽ നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ പുതുതായിട്ട് അതൊന്നുമില്ല. പക്ഷേ അതിനകത്ത് നേരത്തെ അജിംസ് പറഞ്ഞ പോലെ വ്യത്യസ്താഭിപ്രായങ്ങൾ ഉണ്ടാവാതിരിക്കുക, അത് അതിജീവന പ്രശ്നമാണെന്ന് മനസ്സിലാക്കുക പ്രധാനമാണ്. കാരണം നമ്മളൊരു പ്രശ്നം നേരിടുമ്പോൾ ആ പ്രശ്നം ഞങ്ങൾ നേരിടുന്നുണ്ട്, ഞങ്ങൾ അറ്റാക്ക് ചെയ്യപ്പെടുന്നുണ്ട്, ഞങ്ങൾക്ക് ഭരണഘടനാപരമായ അവകാശവും പ്രിവിലേജുമുണ്ട്, ഞങ്ങളെ ആക്രമിക്കാൻ പാടില്ല, ഞങ്ങളെ ആക്രമിക്കുന്നവർ ഇവരാണ്. അത് തുറന്നു പറയുക എന്നത് വളരെ പ്രധാനമാണ്. അത് പറയുന്നത് എന്തിനാണ്? അങ്ങനെ പറയുമ്പോഴാണ് ജനം അത് മനസ്സിലാക്കുക, പബ്ലിക് അത് മനസ്സിലാക്കുക, ജനങ്ങളുടെ പിന്തുണ അതിൽ ഉറപ്പാക്കാൻ കഴിയുക. നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നത്തിനകത്ത് ജെനുവിനാവണമല്ലോ. നമ്മൾ മീൻസ് ഞാൻ ഈ പറയുന്ന ലീഡർഷിപ്പിനെ കുറിച്ചാണ്. നമ്മളൊരു ക്രൈസിസ് നേരിടുമ്പോൾ അത് ജനങ്ങളോട് പറയാൻ, ഞങ്ങൾ പ്രശ്നത്തിലാണ്, ഞാൻ തന്നെ പറയാണ് എനിക്കൊരു പ്രശ്നമില്ല, പ്ലീസ് നിങ്ങൾ ബഹളം ഉണ്ടാക്കണം, ഞാൻ തല്ലുകൊള്ളുമ്പോൾ, ഞാൻ ആക്രമിക്കപ്പെടുമ്പോൾ, എൻ്റെ അതിജീവനം പ്രശ്നത്തിലാവുമ്പോൾ ഞാൻ പറയുകയാണ് വി ആർ ഓക്കെ, ഞങ്ങൾക്കൊരു പ്രശ്നമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ജനങ്ങൾക്ക് അതിനകത്തുള്ള റോൾ എന്താണ്? നാളെ അതിലും വലിയൊരു ക്രൈസിസ് ഞാൻ നേരിടുമ്പോൾ ജനങ്ങൾ എന്നോട് കാണിക്കുന്ന വിശ്വാസം എന്തായിരിക്കും? ജനങ്ങളുടെ ഭാഗത്തു നിന്നും, പബ്ലിക്കിൻ്റെ ഭാഗത്തു നിന്നും, ഇന്ത്യൻ മതനിരപേക്ഷ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും എനിക്ക് കിട്ടാൻ സാധ്യതയുള്ള സപ്പോർട്ടിൻ്റെ അന്നത്തെ സ്ഥിതി എന്തായിരിക്കും? അതുകൊണ്ട് ജെന്യുവിൻ ആവുക, എന്താണ് സംഭവിക്കുന്നതെന്ന് തുറന്നു പറയാനുള്ള ബാധ്യത ഇന്ത്യയിലെ പുരോഹിത സമൂഹത്തിനുണ്ട് എന്ന് ഞാൻ പറയും. കഴിഞ്ഞ ദിവസം ആൻഡ്രൂസ് താഴത്ത് പറയുന്നു കരോൾ സംഘത്തിന് നേരെ നടന്ന ആക്രമണം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന്. ഈ കേരളത്തിലെ മാധ്യമങ്ങൾ മണിക്കൂറുകൾ ചർച്ച ചെയ്തൊരു വിഷയം തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ പറ്റും വിധത്തിലുള്ളൊരു ആത്മാർത്ഥാരാഹിത്യം അദ്ദേഹത്തിന് വന്നുപോയോ? ഇങ്ങനത് കുഴപ്പമാണ്. നാളെ ഇതിനേക്കാൾ വലിയൊരു ക്രൈസിസ് നേരിടുമ്പോൾ ഉറക്കം നിലവിളിക്കുമ്പോൾ നിങ്ങൾ അന്ന് പറഞ്ഞ എന്തായിരുന്നു എന്ന് ജനം ചോദിക്കില്ലേ? അതുകൊണ്ട് ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ ക്രിസ്ത്യൻ സമൂഹം ഇന്ത്യയിൽ എല്ലാ അവകാശത്തോടു കൂടിയും ജീവിക്കാൻ പ്രിവിലേജ് ഉള്ളവരാണ്. അവരുടെ പള്ളികൾ ആക്രമിക്കാനോ, അവരുടെ കുർബാന തടസ്സപ്പെടുത്താനോ, അവരുടെ കരോൾ തടയാനോ ഒരാൾക്കും ഇവിടെ റൈറ്റില്ല. എല്ലാവർക്കും ഉള്ളതുപോലെ റൈറ്റുള്ളവരാണ് അവർ. അപ്പോൾ അത് ആക്രമിക്കപ്പെടുന്ന സമയത്ത് തുറന്ന് സംസാരിക്കുക എന്ന് പറയുന്നത് പ്രധാനമാണ്. ലോകത്ത് റിലീജിയസ് പെർസിക്യൂഷൻ അനുഭവിക്കുന്നവരിൽ ക്രിസ്ത്യാനികളുണ്ടെന്ന് ലോകത്ത് ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള വിവിധ സംഘടനകളും ഏജൻസികളും രാഷ്ട്രങ്ങളും അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തര റിപ്പോർട്ടുകൾ പോലും ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ നിന്നില്ല എന്ന് പറഞ്ഞാൽ വസ്തുതയാവും. അതുകൊണ്ട് സ്വന്തം വിശ്വാസികളോട്, സ്വന്തം കുഞ്ഞാടുകളോട്, പൊതുസമൂഹത്തോട്, ഇന്ത്യൻ ഭരണഘടനയോടൊക്കെ കുറച്ചുകൂടിയൊക്കെ റെസ്പോൺസിബിൾ ആവുക എന്ന ഉത്തരവാദിത്വം മത നേതൃത്വം സ്വീകരിക്കണം. ഒപ്പം ഇതിനെക്കുറിച്ച് നിരന്തരം, അത് ക്രിസ്ത്യാനികളുടെ മാത്രം ഉത്തരവാദിത്വമല്ല, ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുന്നതിനെക്കുറിച്ച് പറയൽ ക്രിസ്ത്യാനികളുടെ മാത്രം ഉത്തരവാദിത്വമല്ല, അത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം. നമ്മൾ ഇന്ത്യൻ മതനിരപേക്ഷതയും ഇന്ത്യൻ ഹാർമണിയിലും വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുക എന്ന് വെച്ചാൽ ഇന്ത്യൻ ഭരണഘടന ആക്രമിക്കപ്പെടുന്നതാണ്, ഇന്ത്യൻ മതനിരപേക്ഷ മനസ്സാക്രമിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഉറക്കെ സംസാരിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. അതിൽ നിന്ന് ആരും വിട്ടു നിൽക്കാൻ പാടില്ല. വിട്ടുനിൽക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതൊരിക്കലും ഈ മതനേതാക്കളാവാൻ പാടില്ല. അവരതിൻ്റെ മുൻപിൽ ഉണ്ടാവേണ്ടവരാണ് എന്നവർക്ക് ഓർമ്മയിരിക്കട്ടെ.